ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മൊഴി നൽകാൻ താൽപ്പര്യമില്ലാത്തവരെ നിർബന്ധിക്കരുതെന്ന് ഹൈക്കോടതി. അന്വേഷണത്തിന്റെ പേരിൽ ആരെയും ബുദ്ധിമുട്ടിക്കരുത്. പ്രത്യേക അന്വേഷണ സംഘം ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ ഹൈക്കോടതിയെ സമീപിക്കാമെന്നും കോടതി വ്യക്തമാക്കി. മൊഴി നൽകാൻ അന്വേഷണ സംഘം നിർബന്ധിക്കുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ നിർദ്ദേശം. നോട്ടീസ് നൽകിയവർക്ക് മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകാമെന്നും അല്ലെങ്കിൽ ഹാജരായി താൽപ്പര്യമില്ലെന്ന് അറിയിക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. നോട്ടീസ് ലഭിച്ചവർ മൊഴി നൽകാൻ താൽപ്പര്യമില്ലെന്ന് SITക്ക് മറുപടി നൽകാം. ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം 36ഓളം കേസുകൾ എടുത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് മൊഴി നൽകാൻ നോട്ടീസും SIT നൽകിയിരുന്നു. പക്ഷേ തങ്ങളുമായി സഹകരിക്കാൻ ചലച്ചിത്ര പ്രവർത്തകർ തയ്യാറാവുന്നില്ലെന്നും കേസുകൾ എഴുതി തള്ളേണ്ടി വരുമെന്നുമുള്ള നിലപാടാണ് പ്രത്യേക അന്വേഷണ സംഘം സ്വീകരിച്ചത്. ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ മുഖ്യപ്രതി MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. താമരശ്ശേരി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. കേസ് കഴിഞ്ഞ ദിവസം പരിഗണിച്ചെങ്കിലും വിധി പറയാനായി ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. 4ാം പ്രതി അബ്ദുൾ നാസറിന്റെ റിമാൻഡ് കോടതി ഏപ്രിൽ 1 വരെ നീട്ടി. ഓൺലൈൻ വഴിയാണ് നാസറിനെ കോടതി മുമ്പാകെ ഹാജരാക്കിയത്. നേരത്തെ ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു. കേസിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. കൊടുവള്ളി MS സൊല്യൂഷൻ ട്യൂഷൻ സെന്റർ, മലപ്പുറം മേൽമുറി മദ്രിൻ സ്കൂൾ എന്നിവിടങ്ങളിലെ ജീവനക്കാരെയാണ് ചോദ്യം ചെയ്യുക. തൃശൂർ കൊരട്ടിയിൽ വീണ്ടും പുലിയെ കണ്ടതായി നാട്ടുകാർ. കൊരട്ടിക്ക് സമീപം ചിറങ്ങരയിൽ പുലി സാന്നിധ്യത്തെ തുടർന്ന് ഇന്ന് 5 ക്യാമറകൾ വെച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പുലിയെ കണ്ടത്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, ആരാണ് ഈ പുലിയെ കണ്ടത്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിന് കഴിഞ്ഞ ദിവസമാണ് ഈ കൊരട്ടി ചിറങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് പുലിയെ കണ്ടെത്തിയത്. പുലി വീട്ടിലെ വളർത്തുനായയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിച്ചിരുന്നത്. അതനുസരിച്ച് വനംവകുപ്പ് ഉൾപ്പെടെ എത്തി ഈ കാൽപ്പാടുകളും അതുപോലെ തന്നെ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചതിൽ നിന്നും ഈ നായയെ പിടികൂടി പോയത് പുലി തന്നെയാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിക്കുകയായിരുന്നു. ഇതനുസരിച്ച് ഇന്ന് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ വാഴച്ചാൽ DFO ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ഈ സ്ഥലത്തെത്തി 5 ഇടങ്ങളിൽ നിരീക്ഷണ ക്യാമറ വെച്ചു. ഈ നിരീക്ഷണ ക്യാമറയിൽ പുലി ദൃശ്യങ്ങൾ പതിയുകയാണെങ്കിൽ കൂട് സ്ഥാപിക്കാനുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു നിരീക്ഷണ ക്യാമറകളൊക്കെ വെച്ചത്. ഇതിന് പിന്നാലെയാണ് വീണ്ടും ഈ സ്ഥലത്തിന് തൊട്ടടുത്ത് ഉള്ള സ്ഥലത്ത് വീണ്ടും പ്രദേശവാസി പുലിയെ കണ്ടതായി ഇപ്പോൾ പറയുന്നത്. ഏറ്റവും ഒടുവിലായി ഈ സംഭവം നടക്കുന്നതൊക്കെ ദേശീയപാതയ്ക്ക് അധികം ദൂരമല്ലാത്ത സ്ഥലത്താണ് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതായത് ജനവാസ മേഖലയാണ്, നിരവധി വാഹനങ്ങൾ പോകുന്ന ദേശീയപാത ഉൾപ്പെടെ ഈ സമീപത്തോടു കൂടെയാണ് പോകുന്നത്. ഇതിന് സമീപത്ത് തന്നെയാണ്, ഈ ചിറങ്ങരയ്ക്ക് സമീപത്തുള്ള സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ പുലിയെ കണ്ടതായി പ്രദേശവാസി പറയുന്നത്. ദേവമാത ആശുപത്രി ഉണ്ട് ഈ സ്ഥലത്ത്. അവിടെ നിന്ന് അല്പം മാറി അതിന് സമീപത്തുള്ള പാടത്താണ് പുലിയെ കണ്ടത്. പ്രദേശവാസിയായിട്ടുള്ള ഒരാൾ മീൻ പിടിക്കാൻ ഈ പാടത്തേക്ക് പോയിരുന്നു, തോട്ടിൽ മീൻ പിടിക്കാനായി. ഇതിനിടയിലാണ് പുലിയെ കണ്ടതായി ഇയാൾ പറയുന്നത്. പുലിയെ കാണുമ്പോൾ പുലി എന്തോ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യമാണ് കണ്ടത്. ഉടൻ തന്നെ ഇയാൾ മീൻ പിടിക്കുന്ന സാധനങ്ങളെല്ലാം ഉപേക്ഷിച്ച് അവിടെ നിന്നും ഓടി സമീപത്തുള്ള വീട്ടിലെത്തി കാര്യങ്ങൾ പറയുകയായിരുന്നു. ഇതനുസരിച്ച് ഇപ്പോൾ RRT ഉൾപ്പെടെയുള്ള സംഘം ഇപ്പോൾ സ്ഥലത്തെത്തി പരിശോധന നടത്തി വരികയാണ്. എന്തായാലും ഈ പുലിയെ വീണ്ടും ഈ പ്രദേശത്ത് ഇപ്പോൾ കണ്ടതോടെ ഈ പ്രദേശവാസികളെല്ലാം കടുത്ത ഭീതിയിലാണുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം കണ്ടത് പുലി തന്നെയാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു. അതോടെ തന്നെ ഈ പ്രദേശത്തുള്ളവരൊക്കെ ഭീതിയിലായി. ഇപ്പോൾ വീണ്ടും ഇതിന് സമീപത്തുള്ള മറ്റൊരു സ്ഥലത്ത് പാടത്ത് പുലിയെ കണ്ടതായി പറയുന്നതോടെ ഈ പ്രദേശത്തുള്ളവരെല്ലാവരും ഇപ്പോൾ കടുത്ത ഭീതിയിലാണുള്ളത്. ആതിര. ശരി അനീഷ്. പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോ പുറത്തിറക്കിയ സംഭവത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശിച്ച് വിദ്യാഭ്യാസ വകുപ്പ്. അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ DGPക്ക് കത്ത് നൽകി. യൂട്യൂബിലാണ് വിദ്യാർത്ഥി വീഡിയോ പോസ്റ്റ് ചെയ്തത്. എങ്ങനെ കോപ്പിയടിക്കാം എന്നുള്ളത് കാണിച്ചു കൊടുക്കുന്ന വീഡിയോകൾ വിവാദമായതിന് പിന്നാലെ ഡിലീറ്റ് ചെയ്യുകയായിരുന്നു. കൊച്ചി കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റൽ കഞ്ചാവ് സംഭരണ കേന്ദ്രമാക്കിയെന്ന് പോലീസിന്റെ കണ്ടെത്തൽ. കേസിൽ പിടിയിലായ പൂർവ്വ വിദ്യാർത്ഥി ഷാലിക്കിന്റെ നേതൃത്വത്തിലാണ് കഞ്ചാവ് വിൽപ്പനയെന്നും പോലീസ്. ബണ്ടിലുകളിലായി എത്തുന്ന കഞ്ചാവ് മൊത്തമായി വാങ്ങി കൊച്ചിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ വിൽപ്പന നടത്തിയെന്നും ഷാലിക് പോലീസിന് മൊഴി നൽകി.
കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ടയിൽ പിടിയിലായ പൂർവ്വ വിദ്യാർത്ഥി ഷാലിഖ് കോളേജ് ഹോസ്റ്റലിനെ കഞ്ചാവ് സംഭരിക്കുന്നതിനുള്ള കേന്ദ്രമാക്കിയെന്ന് പോലീസ് പറഞ്ഞു. ഇതര സംസ്ഥാനക്കാരിൽ നിന്ന് ബണ്ടിലായി വാങ്ങുന്ന കഞ്ചാവ് ഹോസ്റ്റലിൽ വെച്ചാണ് ചില്ലറ വിൽപ്പനയ്ക്കായി തയ്യാറാക്കിയിരുന്നത്. 18,000 രൂപയ്ക്ക് ഷാലിഖ് വാങ്ങുന്ന കഞ്ചാവ് 26,000 രൂപയ്ക്കാണ് വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്തിയിരുന്നത്. ഒരു ഇടപാടിൽ 6,000 രൂപയുടെ ലാഭം. ഇത്തരത്തിൽ നിരവധി തവണ കഞ്ചാവ് ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും ഷാലിഖ് പോലീസിന് മൊഴി നൽകി. കളമശ്ശേരിക്ക് പുറമെ മറ്റ് പല കോളേജുകളിലെ വിദ്യാർത്ഥികൾക്കും ലഹരി നൽകിയിട്ടുണ്ടെന്നും മൊഴിയിലുണ്ട്. കഞ്ചാവിന് പുറമെ രാസലഹരി വിൽപ്പന നടത്തിയിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. 7 തവണ ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ചതായും പ്രതികൾ സമ്മതിച്ചിട്ടുണ്ട്. 6 മാസം മുൻപാണ് കഞ്ചാവ് ഇടപാട് തുടങ്ങിയതെന്നും ഹോസ്റ്റലിൽ ലഹരി ഇടപാടുകൾ ഏകോപിപ്പിച്ചിരുന്നത് അനുരാജാണെന്നും പോലീസ് വ്യക്തമാക്കി. ഹോസ്റ്റലിൽ ഹോളി ആഘോഷത്തിനായി കഞ്ചാവ് എത്തിക്കുന്നതിന് വേണ്ടി ഓൺലൈൻ പണമിടപാടിലൂടെ 16